നമസ്കാരം. അങ്ങനെ ലാലേട്ടൻ്റെ മച്ച് വെയിറ്റഡ് മൂവി ആയിട്ടുള്ള മലൈക്കോട്ടൈ വാലിബൻ്റെ ടീസർ ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം 43 മിനിറ്റ് മുന്നെയാണ് ടീസർ ഇറങ്ങിയിട്ടുള്ളത്. സരിഗമ മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു യൂട്യൂബ്, അതായത് ലാലേട്ടൻ്റെ ഫേസ്, ഞാൻ കയറിയത് ലാലേട്ടൻ്റെ ഇൻസ്റ്റാഗ്രാം ID എന്നാണ്, സ്റ്റോറി ആയിട്ട് കയറിയതാണ്. സരിഗമ മലയാളത്തിലുണ്ട്. അപ്പോൾ നമ്മളത് റിയാക്ട് ചെയ്യാൻ പോവുകയാണ്. ഞാനത് കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. ഒന്നും ഒരു കട്ടിങ് എഡിറ്റിങ് യാതൊന്നുമില്ല. എന്താണോ നമുക്ക് ആ തോന്നുന്ന റിയാക്ഷൻ അതന്നെ പറയുന്നു. അപ്പം നേരെ നമുക്ക് ഇതിൽ ടീച്ചറിലേക്ക് റിയാക്ഷനിലേക്ക് കിടക്കട്ടോ. കണ്ടത് നിജം, കാണാതത് പൊയ്. നീ കണ്ടതെല്ലാം പൊയ്. ഇനി കാണപ്പോവത് നിജം. ഞാൻ സത്യം പറഞ്ഞാൽ എന്താ അറിയുമോ, എൻ്റെ ഫേസ് ചേഞ്ച് ആയത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ഞാൻ കൂടുതൽ എക്സ്പെക്ട് ചെയ്തു കേട്ടോ, കുറച്ചും കൂടി കൂടുതൽ ഉണ്ടാവുമെന്ന് ചോദിച്ചു. പക്ഷേ ഇതാണ് ടീസർ. ഒരു ടീസ് ചെയ്ത് പോകണം. കറക്റ്റ് ടീസറാണ്, സിമ്പിൾ ആൻഡ് പവർഫുൾ, അടിപൊളി മാസ് BGM. പിന്നെ ലാലേട്ടൻ്റെ അവതാരം എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ലാലേട്ടൻ്റെ അവതാരം തന്നെ വിചാരിക്കുന്നു, അടിപൊളി. എനിക്കെന്താ വെച്ചാൽ ഞാൻ ഒന്നും കൂടി കുറച്ചും കൂടിയൊക്കെ എന്തെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടു. അതാണ് ഞാൻ എൻ്റെ ഫേസിൽ ഞാൻ പ്രതീക്ഷിച്ച കുറച്ചേ കണ്ടുള്ളൂ എന്നുള്ളത്. പക്ഷേ ടീസേഴ്സ് ഇങ്ങനെ ആയിരിക്കില്ല, എപ്പോഴും നമ്മൾ ആ ഒരു ഗ്ലിംസ് തന്ന് പറയാതെ പറഞ്ഞു പോകുന്നതായിരിക്കും. എന്താ സംഭവിച്ചാൽ സാധാരണഗതിയിൽ ഇപ്പോൾ ഈടായിട്ടുള്ള മൂവീസിലൊക്കെ ടീസർ എന്ന് പറഞ്ഞിട്ട് ട്രെയിലറാണ് കംപ്ലീറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു എക്സ്പെക്ട് ചെയ്തു. പിന്നെ ഡ്യൂറേഷൻ നോക്കിയ സമയത്ത് കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നുണ്ടെങ്കിലും ഇത് തന്നെയാണ് ടീസറിൻ്റെതായ വഴിക്ക് പോട്ടെ. ഇനി ട്രെയിലർ വരുന്ന സമയത്ത് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുക. പക്ഷേ എന്നാലും കുറച്ചും കൂടി ഒന്ന് കാണിക്കരുത്, നമുക്ക് ആ കാണാനുള്ള ക്യൂരിയോസിറ്റി കേട്ടോ. ലാലേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ എത്ര കണ്ടാലും മതിയാവില്ലല്ലോ അല്ലേ. ആ ഒരു ക്യൂരിയോസിറ്റിയാണ് ആ മുഖത്ത്. നമുക്ക് ആ ഒരു സാരില്ല, വെയിറ്റ് ചെയ്യാം, നമുക്ക് നോക്കാം അടുത്തൊരു ട്രെയിലർ എങ്ങനെ ഉണ്ടാവുന്നുള്ളൂ കേട്ടോ.